ഹലോ സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? അങ്ങനെ ഇപ്പോൾ നാട്ടിൽ നിന്ന് എത്ര പേരുടെ ടോട്ടൽ വന്നത്? ഇപ്പം 50 പേരോളം വന്നതിൽ നീ മൂന്നാമത്തെ ബാച്ചാണ്. മൂന്നാമത്തെ ബാച്ചിൽ വന്ന അനീഷ് കൊല്ലം ഇപ്പോൾ വണ്ടി കയറി. ഇന്ന് രണ്ടാമത്തെ ദിവസം. അവനാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബെൽജിയത്തിൽ നിന്ന് ലോഡും എടുത്ത് ജർമ്മനിയിലോട്ട് പോകുന്ന വഴിയാണ്. അവൻ്റെ ഡ്രൈവിംഗ് ടൈമാണ്. പിന്നെ വേറെ എന്തോ പറയാൻ വേണ്ടി വന്നല്ലോ. എടാ, ഈ കോഡ് 95 ഇപ്പോൾ എഴുതിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്ന? എങ്ങനെയാണ്? പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ടഫായിട്ടൊന്നുമില്ല, ഈസിയാണ്. പഠിച്ചു കഴിഞ്ഞാൽ എഴുതിയെടുക്കാൻ പറ്റും. ഫസ്റ്റ് തന്നെ അവർ പാസ്സായിട്ടുണ്ട്. പിന്നെ എത്ര ടൈം പീരീഡ് എടുത്ത് നിനക്ക് നാട്ടിൽ നിന്ന് ഇവിടെ വരാൻ വേണ്ടി? നാട്ടിൽ നിന്ന് ഞാൻ 2023 കൊടുത്തതാണ്. 2 വർഷം എടുത്ത്. ഞാൻ 2023 ജൂൺ കൊടുത്ത് 25 മെയ് 31 ഞാനിവിടെ പോകേണ്ടി എത്തിയത്. 2023 കൊടുത്തിട്ട് 2025 അവിടെ എത്തിയത്. വൈകാനുള്ള കാര്യം? ആ സമയത്ത് സബ്മിഷനൊന്നും നടക്കുന്നില്ലായിരുന്നു. VFS ഡേറ്റും കിട്ടുന്നില്ല, ലക്കി ഡ്രോയിലും ഡേറ്റ് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ നമുക്ക് കുറച്ച് കാശ് അഡീഷണലായി, എന്നാലും കുഴപ്പമില്ല. വിസ ഗ്യാരണ്ടി ആയിരുന്നു, ഇവിടെ എത്താൻ. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് കാര്യങ്ങൾ. VFS ഡേറ്റ് കിട്ടാണ്ട് ലേറ്റായി. പിന്നെ ഇപ്പോൾ കുറച്ച് പൈസ അഡീഷണലായിട്ട് കൊടുത്തിട്ടാണ് ഇവരെല്ലാവരും വന്നിരിക്കുന്നത്. 3 വർഷത്തിന് മേളിൽ ആയവരുണ്ട്. 4-5 വട്ടം VFS പോയി റീസബ്മിഷനൊക്കെ പോയി. 4-5 തവണ റീസബ്മിഷൻ വരെ പോയ ആൾക്കാർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് അവസ്ഥ. എന്നിട്ടും അവരെ തളർന്നില്ല. അവർ പ്രയത്നിച്ചുകൊണ്ട് ഇരുന്നുകൊണ്ടാണ് അവർക്ക് കിട്ടിയത്. കാര്യം നമ്മൾ 1-2 തവണയൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങ് വിട്ടുകളയും. കാര്യം നമ്മളെ അത്രയ്ക്കും വേണ്ടി പൈസയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് മാനസികമായിട്ട് കടം മേടിച്ചിട്ടായിരിക്കും നമ്മളെല്ലാവരും ഇതുപോലെ ചെയ്യുന്നത്. പിന്നെ വേണ്ടാന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ഡ്രൈവർമാരെ സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് നല്ലൊരു ലൈഫ് സെറ്റിലാവാൻ പറ്റും എത്രയും പെട്ടെന്ന്. ആ ഒരു ഇതാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ പറയുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വന്ന സജീവ് കാർഡ് നമ്പർ, നമ്മൾ വന്നത് കൊല്ലത്തുള്ള സജീവിൻ്റെ കെയർ ഓഫിലാണ് വന്നത്. പുള്ളിയുടെ നമ്പർ വേണമെന്നുള്ളവർക്ക് ഞാൻ നമ്പർ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഡയറക്റ്റ് വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, വരാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാണ്ട് ഞാൻ പറഞ്ഞും കൊണ്ട് വരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജെനുവിനായിട്ട് തോന്നി, നിങ്ങൾക്ക് ഇത്രയും പൈസ നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും, മുടക്കാനൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ അടുത്ത ആൾക്കാർ എൻ്റെ അളിയൻ ഉൾപ്പെടെ പോയിട്ടുണ്ട്. അപ്പച്ചിയുടെ മോൻ്റെത് ഇന്ന് കഴിഞ്ഞായിരുന്നു സബ്മിഷൻ. ഇന്നായിരുന്നു VFS ഡേറ്റ്. ഇന്നവർ സബ്മിഷൻ കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളവരത് 28-ാം തീയതി 1-ാം തീയതി ആ ഒരു വാക്കിനൊക്കെ ഉണ്ട്, ഡേറ്റ് എടുത്തിട്ടുണ്ട്. അതോടുകൂടി അവരുടേതും അറിയാൻ പറ്റും. ഒരു 15 ദിവസം കഴിയുമ്പോൾ അറിയാം എന്താവും എന്നുള്ളത്. പിന്നെ നീ എത്ര ദിവസം എടുത്തിട്ടാ വന്നിട്ട് ഇവിടെ ജോലി കയറാൻ വേണ്ടി? എക്സാം ഉണ്ടാവേണ്ട ഒരു 1.5 മാസത്തിന് മേലെടുത്തു. 1.5 മാസം എക്സാം എഴുതിയിട്ട് 1.5 മാസം 21 ദിവസം. അത് തന്നെ, 21 ദിവസത്തെ ക്ലാസ്സും കഴിഞ്ഞ് 1.5 മാസം കൊണ്ട് കയറി. ഇപ്പം ഇച്ചിരി കൂടെ ഫാസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഇതിലേക്ക് വന്നപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് ആ സമയത്തുള്ള ആൾക്കാർ കയറിയത്. അപ്പോൾ ഇപ്പോൾ ഇത്തവണ ഇച്ചിരി കൂടെയൊക്കെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ. എക്സാം ഇല്ലാത്തവർ, ഞാൻ 36 ദിവസം കൊണ്ട് കയറി. ഇപ്പോൾ 1 മാസം പോലും ആയിട്ടില്ല. അതിന് മുന്നേ തന്നെ എക്സാം ഇല്ലാത്തവർ, ഷോർട്ട് ക്ലാസ്, അത് 2009 മേൽ ലൈസൻസ് ഉള്ളവർ ഇച്ചിരി കൂടെ നേരത്തെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ കമ്പനി അക്കോമഡേഷൻ ഫുള്ളല്ലേ? പിന്നെ ഇപ്പോൾ കുറേ ഓരോരുത്തരുടെ വണ്ടി കയറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ ഗ്യാപ്പ്
അക്കോമഡേഷൻ ഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ആൾക്കാർ വന്ന് ഓരോരുത്തർ വണ്ടി കയറിയുണ്ട്, ആ ഒരു ഗ്യാപ്പുണ്ട്. പിന്നെ വണ്ടി കയറി കഴിഞ്ഞാൽ എനിക്കറിയാമെന്നുള്ളതും നാട്ടിൽ നിന്ന് എൻ്റെ ഈ കുഞ്ഞ് ചാനലൊക്കെ കണ്ട് വന്ന് ഇവിടെ വന്നിട്ടും എൻ്റെ കോണ്ടാക്ട് ചെയ്തവരെയൊക്കെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, വേറെ റൂം എടുക്കുന്നതാണ് ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്പനി റൂമിൽ തന്നെ നിൽക്കുന്നത് അത്ര ഒരു സുഖമല്ല. കാര്യം പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ നമ്മൾ വല്ലപ്പോഴും ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ചിലപ്പോൾ ബെഡ് അവൈലബിൾ ആയിരിക്കണമെന്നൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അത് ഞാൻ അറിയാവുന്നവരടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തോടാ ഒരു ഫീല് നിനക്ക് ഇവിടെ എത്തിപ്പെട്ട് വണ്ടിയിൽ കയറിയതിൻ്റെ ഒരു ഫീല് എന്തോ തോന്നുന്നു? സന്തോഷമുണ്ട്. പിന്നെ ഇത്രയും നാളെടുത്തെങ്കിലും എനിക്കറിയാമായിരുന്നു ഇത് ലേറ്റ് ആകുമെന്ന്. നമ്മൾ പുള്ളിയെ ഒരുപാട് വിളിച്ചങ്ങ് ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പലരും 1 മാസമൊക്കെ ആവുന്നതിന് മുമ്പേ അങ്ങ് എന്താ നടക്കാത്തതെന്ന് പറഞ്ഞ് പുള്ളിയെ ശല്യപ്പെടുന്നുണ്ട്. നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കുമെങ്കിലും പുള്ളിയെ ബുദ്ധിമുട്ടിക്കാൻ ചെന്നിട്ടില്ല. നമുക്ക് ഇതിനെപ്പറ്റി അറിയപ്പെടുന്ന കാര്യങ്ങളൊക്കെ വരുന്നവർ പലരും അതെല്ലാം ഒന്ന് നോക്കി വെച്ചിട്ട് കൊടുക്കുക. അല്ല ഇന്ന് കൊടുത്ത് നാളെ കയറി വരാമെന്നുള്ള മൈൻഡ് ആയിട്ടാരും കൊടുക്കില്ല. പറഞ്ഞാട്ടല്ലോ, ഞാൻ എപ്പോഴും പറയണതാണ്, ഇന്ന് കൊടുത്ത് നാളെ വരാമെന്നുള്ള മൈൻഡിൽ കൊടുക്കരുത്. പക്ഷേ സജീവൊക്കെ പറയും എന്താണ് 3 മാസം കൊണ്ട് 4 മാസം കൊണ്ടൊക്കെ റെഡിയാക്കി തരാമെന്ന് പറയും. പക്ഷേ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ഡിലേ ആവും. അത് നമ്മൾ മൈൻഡിൽ വയ്ക്കുക. ഏറെക്കുറെ 1 വർഷമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കണം. ചിലപ്പോൾ 6 മാസം കൊണ്ട് ശരിയാവും. ഇപ്പോൾ ഈ ലാസ്റ്റ് കൊടുത്ത കുറേ പേരൊക്കെ ഒരു 6 മാസം കൊണ്ടൊക്കെ വരാൻ പറ്റിയവരുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് കൊടുത്തവർക്ക് 6 മാസം കൊണ്ട് വന്നവരുണ്ടെന്നാണ് അവൻ പറയുന്നത്. കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ അതാണ് സബ്മിഷൻ കഴിഞ്ഞിട്ടുണ്ട്. 6 മാസം കൊണ്ട് തന്നെ സബ്മിഷൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ആര് കയ്യിൽ കൊടുത്തിരുന്നാലും ഇത് ഇച്ചിരി ലോങ് ടൈം പ്രോസസ്സാണെന്നുള്ള മൈൻഡിൽ വെക്കുക. നമ്മൾ ചെയ്യുന്ന ജോലി കണ്ടിന്യൂ ചെയ്യുക. അതൊരു സൈഡിൽ നടക്കും. ഇടയ്ക്ക് വിളിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ എന്തായി എന്നൊക്കെ തിരക്കിക്കൊണ്ടിരിക്കണം. കാരണം പുള്ളിയുടെ കെയർ ഓഫിലാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ കൊണ്ട് കൊടുക്കുന്നതാണ്. നമ്മുടെ ഫയൽ മുങ്ങിപ്പോയോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് തിരക്കണം. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ 1 മാസം ട്രെയിനിങ് കിട്ടും. ആ ട്രെയിനിങ്ങിൽ നിങ്ങൾ ഓക്കെ ആകും. ഈ ട്രെയിലർ ഓടിക്കാത്തവരും. ഇപ്പോൾ അനീഷ് ഇത് 2ാം ദിവസമാണ്. ഫസ്റ്റ് ദിവസം കയറിയപ്പോൾ ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ മാറി. ഇപ്പം ഇന്ന് കൂളായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. ഇന്ന് എക്സിറ്റൊക്കെ എടുക്കാനുള്ള റോട്ടിലൊക്കെയാണ് കൊടുത്തേക്കുന്നത്. കാരണം വന്ന പാടെ തന്നെ നമ്മളങ്ങനെ എക്സിറ്റ് കൊടുക്കില്ല, ഹൈവേ മാത്രം കൊടുക്കും. ഹൈവേ ഓടിച്ചൊന്ന് വണ്ടിയുമായിട്ട് ഇണങ്ങി വരുമ്പോഴത്തേക്ക് എനിക്കും അതുപോലെ തന്നെ ക്ലാസ് കിട്ടിയിരുന്നത്. ആ ഒരു മെത്തേഡ് തന്നെയാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇട റൂട്ടുകൾ കൊടുത്തു തുടങ്ങും. ഇട റൂട്ടും കൊടുത്ത് കൈക്ക് ഇണങ്ങുമ്പോഴത്തേക്ക് സിറ്റിയിൽ കൊടുക്കും. അത് ഇട റൂട്ടിൽ തന്നെ റൗണ്ട് അബൌട്ടുള്ളടങ്ങൾ കൊടുക്കും. അത് കഴിഞ്ഞ് സിറ്റിയിൽ കൊടുക്കും. കാരണം ട്രെയിലർ ഓടിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതും കഴിഞ്ഞിട്ട് പാർക്കിങ്ങിലൊക്കെ റിവേഴ്സ് വെപ്പിക്കും. പിന്നെ ഓരോരോ കമ്പനി ചെല്ലുമ്പോഴത്തേക്ക് കമ്പനിയുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഓരോരോ റിവേഴ്സുകൾ കൊടുത്ത് എന്തായാലും 1 മാസം കൊണ്ട് തന്നെ അവനെ സെറ്റാക്കി എടുക്കും. പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മറന്നു പോയി കഴിഞ്ഞാൽ മാത്രമേ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഡോസുകൾ കൊടുക്കത്തുള്ളൂ. 1-2 തവണ പറഞ്ഞു കൊടുക്കും. നിസ്സാര കാര്യങ്ങൾക്കാണ്, മറക്കാൻ പാടില്ലല്ലോ. കാരണം നമ്മുടെ ഡ്രൈവർമാരല്ലേ. അപ്പോൾ അതൊക്കെ ശ്രദ്ധയിലിരിക്കാൻ വേണ്ടിയിട്ട് പറയാം. ആൾ ഉഷാറാണ്. എല്ലാ കാര്യത്തിനും ഓടി നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് ദിവസം തന്നെ വന്ന് CMമാർക്ക് കൊണ്ടു കൊടുക്കാൻ അവൻ തന്നെ ഓടിപ്പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ മൈൻഡിൽ വയ്ക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല എന്നും പറഞ്ഞ് നിൽക്കത്തൊന്നുമില്ല. ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ മതി, അവൻ കേച്ച് ചെയ്യണമെന്നല്ല. അപ്പം അങ്ങനെയാണ്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയുന്നു, ലൈഫ് സെറ്റിലാവും. അടിപൊളിയാണ്. ഇപ്പോഴും അതാണ് മെസ്സേജ്. അതേ പ്ലാനിങ്ങാണ്. അത് ഇൻഡു അടിച്ചോളാം. പിന്നെ ഞാൻ എന്തോ പറയാൻ വന്ന അതിൻ്റെ കൂടെ അതിലും മെസ്സേജ് വന്നപ്പോഴത്തെ കയ്യിൽ നിന്ന് പോയി കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് സംഭവം നമ്മുടെ ഈ കമ്പനിയെ പറ്റിയാണ്. സ്റ്റാർട്ടിങ് തന്നെ ഈ ഒരു ലെവലിലൊക്കെ സാലറി കിട്ടും. പല കമ്പനിയും പിന്നീട് എനിക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മളെ മലയാളികൾ
വന്നിട്ട് നിസാര പൈസയ്ക്ക് ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. പല കമ്പനികളെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒരു യൂട്യൂബിൽ വീഡിയോ ഇടുന്ന പയ്യന് അവൻ ഈ സാലറി പറയുന്നുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ തിരക്കിയെടുത്തോളം നിസാര സാലറിയാണ്. ആളെ പേരും യൂട്യൂബൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നിസാര സാലറിയാണ് ആ കമ്പനി കിട്ടുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അന്തം വിട്ടു കേട്ടോ. നമ്മളിവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മാസം പകുതി സാലറി ട്രെയിനിങ്ങിനും കൂടെ വിടുന്നതുകൊണ്ട്, അത് കഴിഞ്ഞ് സെക്കൻഡ് മന്ത് മുതൽ ഫുൾ സാലറി അവർക്ക് കിട്ടുക. ഈ പറഞ്ഞ 1500 യൂറോയും അവർക്ക് കിട്ടുക. പിന്നീട് അത് കഴിഞ്ഞിട്ട് തേർഡ് മന്ത് SDS എല്ലാം പക്കയായിട്ട് ഓടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എഗ്രിമെൻ്റാണ്. കൂടിക്കൂടി വരും, സാലറി കൂടിക്കൂടി വരും. കൂടിക്കൂടി നല്ലൊരു എമൗണ്ട്, അത്യാവശ്യം നല്ല തരക്കേടില്ലാത്തൊരു എമൗണ്ട് ഇവിടെ നിന്ന് കിട്ടും. നമ്മൾ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി നല്ല സാലറി തരും. കറക്റ്റിന് അവർ ഇടുന്ന ഇത്, കാരണം ഡെസ്പാച്ചർമാർക്ക് തലവേദന ആകാത്ത രീതിയിൽ നമ്മൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തിട്ട് ഓരോ ലോഡും എടുത്ത് കറക്റ്റിന് അൺലോഡിങ്ങും അവർ പറയുന്ന കാര്യങ്ങൾ എല്ലാം കറക്റ്റായിട്ട് നോക്കി നമ്മൾ ഓരോ ടൈം അറേഞ്ച്മെൻറ്റ് നമ്മളും ഐഡിയപരമായിട്ട് ചെയ്യണം. ടാക്കോടെ ഇതൊക്കെ വെച്ചിട്ട് ഇത്ര മണിക്ക് അവിടെ ചെല്ലാവൂ എന്നുള്ള ഒരു ഇതൊക്കെ വരുമ്പോഴത്തേക്ക് വണ്ടി എത്ര മണിക്ക് എടുക്കണം എന്നുള്ള ഇത് നേരത്തെ കൂട്ടിയെടുത്ത് നമ്മൾ ആംപ്ലിറ്റ്യൂഡ്, നമ്മൾ ഡ്രൈവിംഗ് ടൈം വേസ്റ്റാക്കി കളയാനൊന്നും പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ പഠിക്കും. പിന്നെ അമൽ നിനക്ക് ക്ലാസ് എടുത്ത് തന്നില്ലായിരുന്നു, അതൊക്കെ അവിടെ അമൽ ക്ലാസ് എടുത്ത് കൊടുക്കും. ഇപ്പോൾ അമലാണ്, മുമ്പ് ജിതിനായിരുന്നു, പുള്ളി ഇപ്പോൾ നാട്ടിൽ പോയി. അപ്പോൾ അമലാണ് എൻ്റെ കൂടെ ഓടി. എല്ലാം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം, എൻ്റെ ആദ്യം മുതലുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം അമൽ ആരാണെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ കമ്പനി കയറി, കമ്പനിയിൽ നമുക്ക് വണ്ടികളും നമ്മളെല്ലാവരെയും ഇപ്പോൾ കോർഡിനേറ്റ് ചെയ്യണം അവനാണ്. എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളുണ്ടെങ്കിൽ അവനെയാണ് ഇപ്പോൾ വിളിച്ച് അറിയിക്കാനുള്ളത്. പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് ട്രെയിനിങ് എല്ലാം അവനാണ് കൊടുക്കുന്നത്. ആൾ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ക്ലിയർ ഇല്ലെന്നറിയാം. എൻ്റെ അളിയൻ നാട്ടിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാട്ടിൽ നിന്ന് ഒരു മൊബൈൽ ഞാൻ എൻ്റെ അനിയൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവൻ്റെ ക്രെഡിറ്റ് കാർഡ് വെച്ച് മേടിക്കാൻ പറ്റില്ല. അപ്പോൾ കുറേശ്ശെ അടച്ചാൽ മതിയല്ലോ. ഇപ്പോഴും കുറച്ചുകൂടെയൊക്കെ കടങ്ങളുണ്ട്. അപ്പം എനിക്ക് അത്രയും എമൗണ്ട് ഒറ്റയടിക്ക് എടുത്ത് മേടിക്കാനുള്ള ഒരു സിറ്റുവേഷനിലല്ല ഞാൻ. അങ്ങനെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഒരു മൊബൈലും കൂടെ കൊടുത്തു വിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇച്ചിരി കൂടെയൊക്കെ ക്ലാരിറ്റി ഉള്ള വീഡിയോസ് ഞാൻ എടുത്തിടാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. ഇനി അനീഷൻ കുറച്ച് നാൾ എൻ്റെ കൂടെ കാണും. അപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ അവനും കൂടെ ഹെൽപ്പ് ചെയ്യും. മറ്റേ മൊബൈൽ വരണം. എനിക്ക് ഈ മൊബൈലിൽ വീഡിയോ ഒന്നും എടുത്തിടാൻ വരെ ഇൻട്രസ്റ്റ് ഇല്ല. അതാണ് എനിക്ക് എൻ്റെ വീഡിയോകൾ ഇങ്ങനെ ഡിലേ ആവാനുള്ള കാര്യം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നവർക്ക് എല്ലാവർക്കും ഇന്നതുവരെ എല്ലാവർക്കും ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്നവരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ മറുപടിയൊക്കെ തരുന്നുണ്ട്. നിങ്ങൾ ചില യൂട്യൂബേഴ്സ് കൊടുക്കുന്നില്ല, മറുപടി കൊടുക്കുന്നില്ല. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ഞാൻ വന്നപ്പോൾ ഞാനും ഇതുപോലെ അനുഭവിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മാക്സിമം ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത മൊബൈൽ കിട്ടുമ്പോൾ നല്ല വീഡിയോകളായിട്ട് വീണ്ടും കാണാം.